ടെലിവിഷനകത്ത് എന്നെ വിളിക്കുക എന്ന് പറയുന്നത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയാനായിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ ഞാൻ പോവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ടെലിവിഷൻ ഒഴിവാക്കും. കാരണം അവർക്ക് എന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചർച്ചയ്ക്കൊക്കെ ഇപ്പോൾ മക്കളൊരു ബഹളം വയ്ക്കുന്ന അത്രയും എനിക്കും ബഹളം വയ്ക്കാനൊക്കെ എന്നുള്ള എല്ലാവർക്കും കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ഞാൻ അവിടെ ഇല്ലാത്തത്? ഞാൻ പോകാത്തതാണ്. അവർ വിളിക്കാത്തതല്ല, അവർ 1-2 തവണയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെല്ലുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു കോമൺ നോളജാണ്. ഇപ്പോൾ ടെലിവിഷൻകാർക്ക് അറിയാം അങ്ങനത്തെ ഒരു സാധനത്തിനകത്ത് ഞാൻ വരത്തില്ല എന്ന് അവർക്കും അറിയാം. എന്നെ അറിഞ്ഞുകൂടാത്തവരാരുമല്ല, എന്നെ പേഴ്സണലായിട്ട് അറിയുന്നവരാണ് ഒരുവിധമുള്ള എല്ലാ ചാനലിലും ഇരിക്കുന്നവർ. അതുകൊണ്ട് അത് അവിടെ പോയി ഇപ്പം അവിടെ നടക്കുന്ന ബഹളങ്ങളിനകത്ത് എന്തായാലും സപ്ലൈ ചെയ്യാനോ എനിക്കും പറ്റും എന്ന് കാണാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ചെയ്യാതിരിക്കുന്നതാണ്, കോൺഷ്യസ് ആയിട്ട് തന്നെ ചെയ്യാതിരിക്കുന്നതാണ്. അത് ഈ നിലവാരത്തിലൊരു രാഷ്ട്രീയ അത് ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് പത്രം വായിച്ച് അല്ലെങ്കിൽ ടെലിവിഷൻ കണ്ട് ന്യൂസുകളൊക്കെ അറിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടതും പറയേണ്ടതും പ്രതികരിക്കേണ്ടതുമായുണ്ട്. ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ പത്രം വായിക്കുന്നില്ല, ടെലിവിഷൻ കാണാറില്ല, ഇത് രണ്ടും ചെയ്യാറില്ല. ഈ ഇൻ്റർനെറ്റിനകത്തൂടെ കടന്നു വരുന്ന എനിക്കൊരു കാര്യം ആളുകൾ ഇങ്ങനെ അതിനുവേണ്ടി ഇൻഫർമേഷൻ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് ഒരു ടെലിവിഷൻ ക്ലിപ്പ് ഇങ്ങനെ നമ്മളും കാണുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് വെറുതെ ടെലിവിഷന് മുമ്പിൽ ഇരിക്കുക ഒന്നും വേണ്ട, കാണണമെന്നുണ്ടെങ്കിൽ മാത്രം അതൊന്ന് വായിച്ച് നോക്കുക, അല്ലെങ്കിൽ ഒരു വരി കേൾക്കുമ്പോൾ നമുക്ക് നിർത്താം. അതുകൊണ്ട് ഞാൻ ഈ 2 കാര്യവും രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുമ്പോൾ അങ്ങനല്ല. എല്ലാ ദിവസത്തെ പത്രം മുഴുവൻ വായിക്കും, എല്ലാ പത്രങ്ങളും വായിക്കും, ടെലിവിഷൻ മുഴുവൻ കാണുമായിരുന്നു, അവിടെ നടക്കുന്ന ഡയലോഗുകൾ മുഴുവൻ കേൾക്കുമായിരുന്നു. അങ്ങനെ ചെയ്യുന്ന രാഷ്ട്രീയ അതൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. എന്താണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം? അപ്പം ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന ആളല്ലേ, അപ്പം ഞാനത് ചെയ്യുന്നില്ലെന്ന് എനിക്കറിഞ്ഞൂടെ, അതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. ഒരു കാര്യം കൂടെ ഉള്ളത്, ഈ സന്യസിക്കാൻ പോയ സമയത്ത് നമ്മൾ ആ സന്യാസം എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കുകയൊക്കെ ചെയ്തുവെങ്കിലും അതൊരു അനുഭവമാണ്, അല്ലെങ്കിൽ പുതിയൊരു കാര്യം ചെയ്തു നോക്കുന്ന ഒരു അനുഭവമാണ്. ആ അനുഭവമൊക്കെ മൈത്രേയനെ സംബന്ധിച്ചിടത്തോളം മൈത്രേയൻ എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം പരുവപ്പെടുത്തുന്നതിൽ ഗുണപ്പെട്ടിട്ടുണ്ടെന്നാണ് കരുതുന്നത്. ആ അന്വേഷണവും അത്തരം ഒരു കാര്യം എല്ലാവരും ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയ ഒരാളാണ്. ആ തരത്തിൽ എങ്ങനെയാണ് പുതിയ കാലഘട്ടത്തിൽ ആ സന്യാസം എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉപേക്ഷിച്ചാലും അന്ന് നടത്തിയ അനുഭവത്തിലൂടെയുള്ള യാത്ര എങ്ങനെയാണ് കാണുന്നത്? ഞാനതൊരു പഠനത്തിൻ്റെ യാത്രയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അല്ലാതെ ഇപ്പോൾ അവിടുന്ന് സാധാരണഗതിയിൽ സന്യാസികളുടെ ധ്യാനവും മെഡിറ്റേഷൻ അതുപോലുള്ള സാധനങ്ങളൊക്കെ ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്ത ആൾ എന്തായാലും ഞാൻ ഈ കിടന്ന് ബഹളം വയ്ക്കുന്നതിൽ ബഹളം വെച്ചുകൂടാലോ. ഇല്ല. അപ്പോൾ എനിക്ക് അതുകൊണ്ടൊന്നും ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം നല്ല തെളിവല്ലേ. അപ്പോൾ അതൊന്നുമല്ല, ഞാൻ ജീവിതത്തിനെയും ലോകത്തിനെയും പണ്ട് കാലത്ത് മനുഷ്യർ മനസ്സിലാക്കിയതുപോലെ അല്ല മനസ്സിലാക്കേണ്ടത് എന്ന് തിരിച്ചറിയാൻ അത് സഹായിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് എൻ്റെ പ്രാക്ടീസസ് കൊണ്ട് തന്നെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ഇങ്ങനെ അല്ല ഈ ലോകത്തിനെ മനസ്സിലാക്കേണ്ടതെന്ന്. ഈ ഒരു ഫ്രെയിം വർക്കിലെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന യുക്തികളാണ് നമ്മൾ സ്പിരിച്വൽ എന്ന് പറയുന്ന മുഴുവൻ. ജീവിതം ഇവിടെ അല്ലെന്നും സത്യം ഇവിടെ അല്ലെന്നും ഈ കാണുന്ന ജീവിതമല്ല ജീവിതം, അതിനകത്തുനിന്ന് മോചിക്കുന്നതിൻ്റെ യുക്തികളാണ് അതിനകത്തുള്ളത്. അപ്പോൾ അങ്ങനെയേ അല്ല ജീവിതം കാണേണ്ടത് എന്നുള്ള എൻ്റെ തിരിച്ചറിവാണ് ഞാനത് ഉപേക്ഷിക്കുന്നതിന് കാരണം. അപ്പോൾ അവിടുന്ന് എന്തെങ്കിലും ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഗുരുകുലത്തിൻ്റെ പടിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഇറങ്ങിയത്. അല്ലാതെ അതിനകത്തുനിന്ന് അതിലേക്ക് ഇനി രണ്ടാമതൊരു തിരിച്ചു പോക്കോ അല്ലെങ്കിൽ ഒരു വായനയ്ക്കോ എനിക്കൊരു ആവശ്യവും ഉണ്ടായിട്ടില്ല. കാരണം അത്രത്തോളം തീവ്രമായി ഞാനത് ജീവിച്ച് മനസ്സിലാക്കിയ ഒരാളാണ്. ഇങ്ങനെയാണത്. അപ്പോൾ ഈ മോചനത്തിൻ്റെ യുക്തികൾ, അത് മോക്ഷമെന്ന് പറഞ്ഞാലും നിർവ്വാണം എന്ന് പറഞ്ഞാലും കൈവല്യം എന്ന് പറഞ്ഞാലും ഒക്കെ, ഇനി സ്വർഗത്തിലെത്തിച്ചേരുന്നതിനാലും സത്യം അറിയുന്നതെന്ന് പറഞ്ഞാലും ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാലും എല്ലാം ഈ ലോകത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് മോചിക്കുന്നതിൻ്റെ യുക്തികളാണ്. ജീവിതം ദുഃഖമാണെന്നുള്ളതും എന്താണ് സംസാരസാഗരമാണെന്നൊക്കെ പഠിപ്പിക്കുന്ന യുക്തിക്കകത്തു നിന്ന് മോചിച്ച് ഈ ജീവിതത്തിനെ ഇവിടെ തന്നെയാണ് ജീവിക്കുന്നതെന്നും ഇവിടെ ജീവിക്കുമ്പം നമ്മൾ സംഭവിപ്പിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് അറിയേണ്ടതെന്നും അവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ചുറ്റുപാടിനെ ഇണക്കുകയും ചുറ്റുപാടിനോട് ഇണങ്ങുകയും ചെയ്യുന്ന ലോകത്തിനെ മനസ്സിലാക്കുന്നതാണ് നമ്മുടേത്. അല്ല ലോകത്തിൻ്റെ നിരാസം ഏതെങ്കിലും തരത്തിൽ മനസ്സ് നിഗ്രഹിച്ചോ ഇന്ദ്രിയങ്ങൾ നിഗ്രഹിച്ചോ അകത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒന്നുമല്ല. എല്ലാ ഇന്ദ്രിയങ്ങളും അത് എത്ര 10 മടങ്ങ് വികസിപ്പിച്ച് ഈ ലോകത്തിന് ഏറ്റവും രസകരമായി അനുഭവിക്കുന്നതിനെ പറ്റി മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അത് കാരണം കൊണ്ട് സ്പിരിച്വൽ എന്ന ആളുകൾ പറയുന്ന ഒരു ഏരിയക്കകത്ത് പോലും ഞാൻ അവരുമായിട്ട്, അത് ബുദ്ധൻ സഹിതം ഇങ്ങനെ അറ്റത്ത് നാരായണ ഗുരു വരെ ഞാൻ ഒരുപോലെ ഉപേക്ഷിച്ച ആൾക്കാരാണ്. അവരിൽ നിന്ന് എനിക്ക് പഠിക്കാനില്ല. ഞാൻ അവരുടെ ടൂളല്ല ഉപയോഗിക്കുന്നത്. അത് ഞാൻ പറഞ്ഞില്ല, ആ പടിയിൽ ഉപേക്ഷിച്ച ആൾ. ഞാൻ എൻ്റെ പേര് അടുത്ത ബുദ്ധനാണ് മൈത്രേയൻ.
അത് ഉപേക്ഷിച്ച ആളാണ്. ഉം. പേര് റെക്കോർഡിക്കലായിട്ട് പാസ്പോർട്ടിനകത്തൊക്കെ മൈത്രേയൻ എന്നായി പോയത് കാരണം കൊണ്ട് നമുക്കത് ഉപേക്ഷിക്കേണ്ട കാര്യമില്ല, അത് തുടരുന്നു എന്നുള്ളതല്ലാതെ മറ്റൊരു തരത്തിലും നിങ്ങൾ ഈ പറയുന്ന ഒരു സ്പിരിച്വൽ പ്രാക്ടീസോ അതിൻ്റെ എക്സ്പീരിയൻസസോ ക്യാരി ഓവർ ചെയ്യുന്ന ഒന്നും തന്നെ എന്നിലില്ല. ഈ സ്വപ്നങ്ങളും സാഹിത്യങ്ങളും ആയിട്ടൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ടാവും. നമ്മുടെ കുറേ സ്വപ്നങ്ങളാണല്ലോ നമ്മൾ നന്നായിട്ട് എഴുതി വെക്കുകയും ഒരു സാഹിത്യമായിട്ട് പലതും പരുവപ്പെടുകയൊക്കെ ചെയ്യുന്നത്. ചില സമയത്തൊക്കെ നമ്മൾ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി എഴുതാറുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ സാധിക്കാതെ പോകുന്ന കുറേ കാര്യങ്ങളാണ് ഒരുപക്ഷെ ഈ കാവ്യങ്ങളും ഈ പാട്ടുകളും ഈ കഥകളും ഒക്കെ ആയിട്ട് പുറത്തേക്ക് വന്നത്. അങ്ങനെ ഒബ്സർവ് ചെയ്യാൻ പറ്റുമോ? അത് ആദ്യകാലത്ത് അങ്ങനല്ല. കമ്മ്യൂണിക്കേഷൻ്റെ മേഖലയിൽ തന്നെയാണ് ഒരാൾ ആലോചിച്ചും ഇമാജിൻ ചെയ്തതുമായ കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കവിതയിലായിരുന്നു ആദ്യം എഴുതിയതെല്ലാം. അത് കണക്ക് പഠിപ്പിച്ചാലും പാലം ഉണ്ടാകുന്നതും എല്ലാം കവിതയിലായിരുന്നു എഴുതിയിരുന്നത്. നമ്മൾ ഗണിക്കുന്ന മുഴുവനും ഗുണനപ്പട്ടിക പോലും കവിതയിലായിരുന്നു എഴുതിയിരുന്നത്. ഇതെല്ലാം അങ്ങനെ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. ഇതിന് ശേഷമാണ് നമ്മൾ ഇന്ന് ഈ പറയുന്നത് യഥാർത്ഥ ജീവിതത്തിനകത്ത് കിട്ടാത്തതിനെ പറ്റിയുള്ള ഇമാജിനേഷൻ മാത്രത്തിനകത്ത് പ്രണയിക്കുന്നവരുടെ ലോകവും സാധനവും ഉണ്ടായപ്പോഴാണ് നമ്മൾ ഇന്ന് കാണുന്ന നിലവാരത്തിലെ കാൽപ്പനികമായ സാധനം പറയുന്നത്. ഈ കാൽപ്പനികം എന്ന് പറയുന്നത് ജീവിതത്തിൽ യഥാർത്ഥത്തിൽ കിട്ടാത്തതിനെ കൊതിക്കുന്നവരായി മാറുകയാണ്. മറ്റേതങ്ങനല്ലായിരുന്നു. സന്തോഷത്തിൻ്റെ എക്സ്പ്രഷനായിട്ടായിരുന്നു ആദ്യകാലത്ത് അതെല്ലാം നിന്നിരുന്നത്. ആ സാധനം പോയത് ഈ തട്ട് സമൂഹം രൂപപ്പെട്ടപ്പോഴാണ്, അല്ലാത്തപ്പോഴല്ല. അതൊരു ഒരു ഒരു 10,000 വർഷത്തിനകത്തുള്ള കഥയാണ്. മനുഷ്യനുണ്ടായിട്ട് മനുഷ്യനെന്ന് പറയുന്ന ജീവി ഹോമോസാപ്പിയൻ സാപ്പിയൻ എന്ന് പറയുന്നത് ഒരു 2 ലക്ഷം വർഷത്തിന് അപ്പുറത്തായി. 3 ലക്ഷം വരെയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അതിനകത്ത് ഇങ്ങേ അറ്റത്ത് ഒരു 10,000 വർഷത്തിനകത്തെ കഥയ്ക്കകത്താണ് നമ്മൾ ഈ പറയുന്ന നിയന്ത്രണത്തിൻ്റെതായ യുക്തികളും തട്ട് സമൂഹങ്ങളുടെ യുക്തികളും മറ്റുള്ളവരെ പറ്റിയുള്ള ഇത്തരത്തിലുള്ള കൺസേണും കാര്യങ്ങളും മുഴുവൻ ഉണ്ടായത്. ആകെയുള്ള മനുഷ്യ ചരിത്രത്തിന് അതെടുത്താൽ ഒരു 5 മിനിറ്റ് നേരത്തെ കഥയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്താണ് അതാണ് ലോകത്തിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ള നിലവാരത്തിൽ ആൾക്കാർ ഈ പറയുന്നത്. അങ്ങനെയല്ലായിരുന്നു. ഒരു ഗോത്രത്തിലുള്ളവർക്ക് ഒരു പുരുഷനും ഒരു സ്ത്രീയെ ഒരിടത്ത് വെച്ച് കണ്ടാൽ ഇഷ്ടമായി കഴിഞ്ഞാൽ പെൺകുട്ടി അയാളോടൊത്ത് അങ്ങ് പോവുക ചെയ്യുന്നത്. അയാൾ സ്വാഭാവികമായിട്ട് അടുത്ത ഗോത്രത്തിനകത്ത് അവരങ്ങ് ചേരും. നമ്മുടെ ജനിതകം മുഴുവൻ പരിശോധിച്ച് നോക്കിയാൽ മതി. അമ്മമാരുടെ എന്താണ് ഇത് മിറ്റോകോൺട്രിയ എന്നതിന് പറയും. അതിൻ്റെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് ബന്ധങ്ങളുണ്ടായിരുന്ന ലോകമാണ്. അല്ലാതെ ഈ നിയന്ത്രണങ്ങളുടെ ഒരു സാധനമില്ല. നിയന്ത്രണങ്ങൾ ആരംഭിക്കുന്നത് കൃത്യമായിട്ട് ജാതി തട്ട് സമൂഹങ്ങൾ. ജാതി എന്ന് പറയുന്ന സാധനം അത് നമ്മുടെ നാട്ടിനകത്താണ് നമ്മളത് പറയുന്നത്. തട്ട് സമൂഹമാണത്. തട്ട് സമൂഹത്തിനകത്താണ് തമ്മിൽ ചേരാൻ കഴിയാത്ത നിലവാരത്തിൽ. കാരണം അടിമകളും ഉടയാളരുമായിരിക്കുന്ന ആൾക്കാർ തമ്മിൽ ചേരരുതെന്ന് പറയുന്ന കാരണം കൊണ്ടാണ് ആ നിയന്ത്രണങ്ങൾ വന്നത്. അങ്ങനെയാണ് സ്ത്രീകളുടെ ലൈംഗികമായ ചോയ്സസ് ഇല്ലാതായിപ്പോയത്. തട്ട് സമൂഹത്തിനകത്താണ്. ഇന്ന് നമ്മൾ ജനാധിപത്യപരമായി ജീവിക്കുന്ന സമയത്ത് ചോയ്സസ് വീണ്ടും വരുന്നു എന്ന് പറയുന്നതാണ് പുതിയ തലം. പക്ഷേ പഴയ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് നിൽക്കുന്നത് മുഴുവൻ. ഇതുകൊണ്ടാണ് നമുക്കത് വീണ്ടും ചെയ്യാൻ അറിഞ്ഞുകൂടാത്തത്, പഠിക്കാൻ അറിയുന്നത്, നമ്മുടെ അനുഭവം ഇല്ലാത്ത